നമസ്കാരം. പിണറായിസം, സതീശനിസം, മരുമോനിസം, അൻവറിസം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയം പുതുതായി കേട്ട ഇസങ്ങളാണിതൊക്കെ. മറ്റിസങ്ങളെപ്പറ്റി പരാമർശമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ സതീശനിസം എന്നൊന്നില്ല എന്ന് ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞു. 9 വർഷം പുറത്തിരിക്കുന്നവർക്ക് എന്തിസം എന്ന് അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു കെ മുരളീധരൻ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ കോൺഗ്രസിൽ സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഏറെക്കുറെ അതിൽ നിന്ന് മാറി നിന്നിരുന്നു എന്നത് UDF ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ശ്രീ ശശി തരൂർ തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊട്ടിച്ചത്. അത് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി എന്നാണ് അന്ന് അദ്ദേഹം ഒരു കുത്തുവാക്ക് എന്ന നിലയ്ക്ക് പറഞ്ഞത്. പക്ഷേ മിനിറ്റിന് വെച്ച് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അവരുടെ താരപ്രചാരകരുടെ പട്ടികയിൽ 8ാമതുണ്ട് തരൂർ എന്നത് വ്യക്തമാക്കി 5 മണി വരെ മിണ്ടരുത് എന്ന് പറഞ്ഞു. 5 മണിക്ക് ശേഷവും മിണ്ടിയിട്ടില്ല കേട്ടോ. 5 മണിക്ക് ശേഷവും അദ്ദേഹത്തിനെതിരെ കടുപ്പിക്കേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ തീരുമാനമായി വന്നത്. ഇടയ്ക്ക് ഉണ്ണിത്താൻ മാത്രം ഇച്ചിരി മിണ്ടി എന്നേ ഉള്ളൂ. അതിനൊപ്പം തന്നെ പ്രധാനമായിരുന്നു VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന ആത്മവിശ്വാസത്തോടെ KK ലതിക പങ്കുവെച്ച ഒരു കുറിപ്പ്. VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തി എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ അണികൾക്ക് സംഘടനാ സംവിധാനത്തിന് ആകെ ആവേശം പകരുന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. VV പ്രകാശിന്റെ മകൾ കൃത്യമായി എന്താണ് കോൺഗ്രസ്, ഞങ്ങൾക്ക് എന്താണ് കോൺഗ്രസ് എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. KK ലതിക വീണ്ടും അക്കാര്യത്തിൽ പഴികേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, വടകര തെരഞ്ഞെടുപ്പിന് സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. സ്വന്തം പ്രൊഫൈൽ വരെ പൂട്ടിവെച്ച് KK ലതികയ്ക്ക് മാറി നിൽക്കേണ്ടി വന്ന ഗതികേടും ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവർക്കെതിരെ വലിയ തരത്തിൽ വിമർശനം ഉണ്ടാവുകയാണ് സൈബർ ഇടത്ത്. അതിനെ പ്രതിരോധിക്കാൻ CPM-ന്റെ സൈബർ സംഘടനാ സംവിധാനം നിലവിലുമുണ്ട്. ഇതൊക്കെയാണ് നിലമ്പൂരിന് ശേഷം സംഭവിച്ച രാഷ്ട്രീയ ചലനങ്ങൾ. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, CPM-ൽ നിന്ന് ശ്രീ V വസീഫ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ, മാധ്യമപ്രവർത്തകൻ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. എല്ലാവർക്കും പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ N ശ്രീകുമാർ, സതീശനിസം എന്നൊന്നില്ല എന്ന് പറയുന്നത് സാങ്കേതികമായി നമുക്ക് മനസ്സിലാക്കാം. അത് മാധ്യമങ്ങൾ മറ്റു ചിലരൊക്കെ പറഞ്ഞു ഉണ്ടാക്കിയ ഒരു വാക്ക് എന്ന നിലയ്ക്ക് അതിനെ തള്ളി പറയുക എന്ന് പറയുന്നത് സാങ്കേതികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് അതുമാത്രമല്ല. തിരഞ്ഞെടുപ്പ് ഫലം ആരുടെയും ഉത്തരവാദിത്വവുമല്ല, തിരഞ്ഞെടുപ്പ് വിജയം അങ്ങനെ ഒരാൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ചില സന്ദേശങ്ങളുണ്ട്. അത് VD സതീശൻ നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട വിജയമായിരിക്കില്ല നിലമ്പൂരിലേത്. അതിന് അവകാശികൾ ഏറെയുണ്ട് എന്ന അവകാശ പ്രഖ്യാപനം കൂടിയാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് നിലവിൽ കോൺഗ്രസിന്? നോക്കൂ മാധു, മാതൃഭൂമിയിലെ ഒരു അഭിമുഖത്തിലാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ ഇപ്പം മാധു പറഞ്ഞ ഒരു ടോണിലല്ല അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാനും തെരഞ്ഞെടുപ്പൊക്കെ നയിച്ചിട്ടുണ്ട്, അതിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ ഒരാളായിട്ട് ഏറ്റെടുക്കാറില്ല, അത് പൊതുവായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അത് നല്ല ഉത്തരം തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ ഭിന്നതയായിട്ടോ അല്ലെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു തുടക്കമായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ശീലിച്ചു പോന്നിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ശീലിച്ച ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തോടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ പറഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെ ആരും ഒരാളായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു പരിപാടി കോൺഗ്രസിനില്ല. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും? സതീശനോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം താങ്കൾക്കാണോ എന്ന് ചോദിച്ചു. തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് അദ്ദേഹവും പറഞ്ഞു കാണും. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലുള്ള ചർച്ചകളൊന്നും കൊണ്ട് കോൺഗ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള സത്യമാണ്. അതിപ്പം ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ശശി തരൂരിൻ്റെ വിഷയത്തിൽ മാധു ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലമ്പൂരിലത്തെ ഒരു കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ UDF ഘടകകക്ഷികൾ ഒന്നിച്ചിരുന്നു, കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കളും ഒന്നിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടെടുപ്പ് ദിവസം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം ഒഴിച്ചാൽ അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നെ ബോധ്യപ്പെട്ട് കാണും. ഒഴിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്കോടുകൂടിയാണ് അവിടെ UDF പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് UDF അവിടെ അവരുടെ വോട്ടിൻ്റെ കണക്ക് 12,000 തൊട്ട് 15,000 തൊട്ട് 20,000 തൊട്ട് 25,000. രമേശ് ചെന്നിത്തലയെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത്
അത് എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ മുന്നേ എന്താണ്, അതിനെന്ത് മറുപടി പറഞ്ഞാൽ അത് വാർത്തയാകും, എന്ത് മറുപടി പറഞ്ഞാൽ വിവാദമാകും എന്നൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ശീലമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത്തരത്തിൽ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അവിടെ കൊണ്ടൊന്നും തീരുന്ന ഒന്നല്ല, ടോണൊക്കെ എല്ലാ സെന്റൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയും ഞാനും 10-18 തെരഞ്ഞെടുപ്പുകളേക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആരോടും പറയാറില്ല എന്ന് വെച്ചാൽ പറയുന്ന ചിലർ ഇപ്പോഴുണ്ട് എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ശ്രീ എൻ ശ്രീകുമാറിന് അറിയാം, അദ്ദേഹത്തിന് അറിയാമെന്ന്, അദ്ദേഹത്തിന് അറിയാം ഈ വാർത്തകൾ എങ്ങനെയാണ് വരിക എന്ന്, അദ്ദേഹത്തിന് അറിയാം ആ വാർത്തകൾ എങ്ങനെയാണ് റീഡ് ചെയ്യപ്പെടുക എന്നുള്ളത്, അദ്ദേഹത്തിന് അറിയാം ആ വാർത്തകളെ എങ്ങനെയാണ് ഭരണപക്ഷവും മറ്റുള്ളവരും കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അറിവില്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല രമേശ് ചെന്നിത്തല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ ആ ഉത്തരത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കാം. കാരണം അതാണല്ലോ പത്രപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉള്ളൊരു ഗുണം അതാണ്. കാരണം നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൻ്റെ അർത്ഥം നമുക്ക് പല രീതിയിലെടുക്കാം. ഇപ്പോൾ മിനിയാന്ന് നിങ്ങളുടെ മാതൃഭൂമി ചാനലിൻ്റെ തന്നെ അഭിലാഷ് മോഹൻ അദ്ദേഹം MV ഗോവിന്ദനോട് ചോദിച്ചല്ലോ, അതായത് ഈ RSSനെ കുറിച്ച് പറഞ്ഞപ്പോൾ RSSുമായി സഹകരിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വിവാദമാകും എന്ന് പറഞ്ഞപ്പോൾ വിവാദമായിക്കോട്ടെ അതിനെന്താ എന്ന് പറയുമ്പോൾ അത് പിറ്റേന്ന് ഗോവിന്ദൻ മാഷ് നിരാകരിച്ചു. പക്ഷേ അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലാണോ CPMന്റെ പ്രവർത്തകർ മനസ്സിലാക്കുക? അതുകൊണ്ട് അപ്പൊ ഇത് എങ്ങനെ പറയും, എങ്ങനെ വിവാദമാകും എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം, ശ്രീ MV ഗോവിന്ദൻ മാഷ്ക്കും അറിയാം. മാത്രമല്ല ശ്രീ MV ഗോവിന്ദൻ മാഷ് അത് സംസാരിച്ച സമയത്ത് അതങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞ വളരെ സാങ്കേതികമായ ഒരു കാര്യം എന്ന നിലയ്ക്കാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് ഉപയോഗിച്ചത്? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർ, ആരും താഴെത്തട്ടിൽ എന്നല്ല, സംഘടനാ സംവിധാനത്തിൽ താഴെത്തട്ടിൽ നിൽക്കുന്നവർ വരെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെ അതിനെ ഉപയോഗിക്കാമോ അങ്ങനെ തന്നെ ഉപയോഗിച്ചില്ലേ? അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുമെന്ന് സംബന്ധിച്ച് ഏറ്റവും തലേ ദിവസം ഒരു ഉദാഹരണം നിൽക്കുമ്പോൾ അതറിയാതെ, അത് ഉപയോഗിക്കാതെ, ഉപയോഗിക്കപ്പെടുമെന്ന് അറിയാതെ പ്രതികരിക്കുമോ രമേശ് ചെന്നിത്തല? നോക്കൂ മാധു, ഇത് സെൽഫ് കോളല്ല. അതായത് ഞാനൊരു കോൺഗ്രസിൻ്റെ പക്ഷമുള്ള പത്രപ്രവർത്തകനായതുകൊണ്ട് ഞാൻ എൻ്റെ നിരീക്ഷണം പറഞ്ഞതാണ്. അതായത് ഏതൊരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടാവും, അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്കുള്ള സന്ദേശമോ ഇന്ന് രമേശ് കൊടുത്തിട്ടില്ല. രമേശും മുരളിയൊക്കെ നന്നായി സംസാരിക്കുന്നവരാണ്. മാത്രമല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് കുത്തുവാക്കുകൾ പറയുന്ന ആളുകളുമാണ്. പക്ഷേ ഇന്നത്തെ രമേശിൻ്റെ അഭിമുഖത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഒരു ഉത്തരം പറയുമ്പോൾ നമുക്കെടുക്കാം. ഇങ്ങനെ സതീശൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉത്തരവാദിത്തം ജയിച്ചാലും തോറ്റാലും എനിക്കാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു ജയിച്ചാലും തോറ്റാലും ഒരു ഉത്തരവാദിത്തം അങ്ങനെ ഞങ്ങൾ ആരും എടുക്കാറില്ല, അതുകൊണ്ട് വിജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം സതീശന് മാത്രമല്ല എന്നാണല്ലോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സ്ഥാപിച്ചോളൂ. കാരണം വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന കാര്യം നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശിക്കാം എന്ന് അങ്ങ് അനുവദിച്ചു തരുന്നു. എങ്ങനെ ഉദ്ദേശിക്കപ്പെടും കേരള രാഷ്ട്രീയത്തിൽ എന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറഞ്ഞു എന്നേ ഉള്ളൂ. അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുപിറ്റേ ദിവസം ഞാൻ എന്തു പറഞ്ഞാൽ എങ്ങനെ അത് ചർച്ച ചെയ്യപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഡോക്ടർ പ്രേംകുമാർ, ഇതിനൊപ്പം തന്നെ വളരെ വിവാദമായ പല കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസിന്റെ ശശി തരൂരിന്റെ വിഷയം നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ദിവസം തന്നെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ പ്രചാരണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. വളരെ ഫലപ്രദമായ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത്തരത്തിലൊരു പ്രതിരോധം മുൻപ് ശശി തരൂരുമായുള്ള ഏറ്റുമുട്ടലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ദിവസം, അതായത് തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു പക്ഷേ CPMന്റെ അത്ര പരിക്ക് പറ്റിയിട്ടില്ല. അല്ല, ശശി തരൂർ കൂടെ ക്യാമ്പയിന് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നിലമ്പൂർ ഇലക്ഷനിൽ UDFന് ഫീൽഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും ഗ്ലാമറുള്ള, ഏറ്റവും കരിസ്മയുള്ള ഒരു ലീഡറാണ് ശശി തരൂർ. എസ്പെഷ്യലി ഈ പോസ്റ്റ് വാർ സിനാരിയോയിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാതിരുന്നത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. എന്നെ ആരും വിളിച്ചില്ല, ഒരു മിസ് കോൾ പോലും ചെയ്തില്ല എന്നാണ് ഇലക്ഷൻ്റെ ആ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അത്ര ലളിതമായ ഒരു കാര്യമൊന്നുമല്ല. അതിനേക്കാൾ എനിക്ക് രസമായിട്ട് തോന്നുന്നതെന്നറിയോ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാൾ, കോൺഗ്രസ് പ്രസിഡന്റായിട്ട് മത്സരിച്ച ഒരാൾ പലവട്ടം TV-ന്റെ മുന്നിൽ വന്ന് പറയാം ഞാൻ BJP പോകുന്നില്ല കേട്ടോ എന്ന്. ബാക്കി കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ പറയാണ് ഇപ്പൊ തൽക്കാലം അദ്ദേഹം പോകുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് പോവില്ല എന്ന്. ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഫോറത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പറയാണ് കോൺഗ്രസ് എന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല, എന്നെ സെലക്ട് ചെയ്തിട്ടില്ല.
പക്ഷേ നരേന്ദ്രമോദി എന്നെ സെലക്ട് ചെയ്തു, രാജ്യം ആവശ്യപ്പെട്ടാൽ ഞാൻ പോകും എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നല്ലേ അയാൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ ബി.ജെ.പിയുടെ നയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയാണ് ശശി തരൂർ എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴാണോ അങ്ങ് അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്താൽ നന്നായിരുന്നേനെ എന്ന് പറയുന്നത്? ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു ഉയർന്ന ഫോറത്തിലെ അംഗമാണ്. ഉയർന്ന ഫോറത്തിലെ അംഗം കൂടി പ്രവർത്തക സമിതി അറിയാതെ താര പ്രചാരകരുടെ പട്ടിക ഉണ്ടാകുമോ? അങ്ങനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന പണി അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? മോദി ഏൽപ്പിക്കുന്ന പരിപാടിയോട് മാത്രം ഉത്തരവാദിത്വം മതിയോ? അല്ല, ഇത് ഭയങ്കര രസമാണ്. അതായത് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നതാണ്. കാരണം അതിന്റെ എക്സ്പെൻസ് എങ്ങനെ എഴുതണം എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാര്യം, വേറെ ഒന്നുമല്ല. പാർട്ടിയുടെ ചെലവിലാണ് ഇത്, കാൻഡിഡേറ്റ് ചെലവിലല്ല. അതിൽ സ്വാഭാവികമായും ശശി തരൂർ വന്നിട്ടുണ്ടാവും. കാരണം എക്സ് മിനിസ്റ്ററും ആ ഒരു പൊസിഷനിൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് സാങ്കേതികമായിട്ട് വന്നാവും. പക്ഷെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് ശശി തരൂർ തന്നെയാണ് പറയുന്നത്. അല്ല, ഈ ശ്രമിക്കേണ്ടത് ആരാണ്? കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാൾ. അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹമാണ് ഇതിലേക്ക് നേതൃത്വം നൽകേണ്ടത്. അദ്ദേഹം ഉത്തര കേരളത്തിൽ നിന്നുള്ള ആളാണ്. ഇവിടെ നിന്ന് ജയിച്ചുവെങ്കിലും അവിടെ പോയി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ? മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഈ പറയുന്നത് പോലെ അവനവന്റെ പണി മാറ്റിവെച്ച ഒരു പാർട്ടിയുടെ പണിക്ക് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങേണ്ട മനുഷ്യനല്ലേ? ഇത്തരം ചോദ്യങ്ങളൊന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിക്കാൻ പറ്റില്ല. അഥവാ അത്തരം ഷാർപ്പായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാറില്ല എന്നുള്ളതാണ്. UDFന്റെ ചെയർമാനാണ് വി.ഡി. സതീശൻ. അദ്ദേഹം പറയുന്നു ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി, കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കാണ്. PV അൻവർ വേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞ PV അൻവർ വേണ്ടെന്നുള്ളതാണ് തീരുമാനം എന്ന് പറയുന്നു. അതേ PV അൻവറിനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ KC വേണുഗോപാൽ തയ്യാറാവുന്നു. അവസാന ഘട്ടത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നടക്കാതിരിക്കുന്നത്. അതേ UDFലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇടപെടൽ മൂലമാണ് KC വേണുഗോപാലിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് PV അൻവർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ UDFന്റെ ചെയർപേഴ്സൺ അല്ലേ V.D. സതീശൻ ചോദിച്ചാൽ കോൺഗ്രസിനെ പറ്റി ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ലല്ലോ. പിന്നെ അവരുടെ ഒരു പ്രിവിലേജ് വെച്ച് നിങ്ങൾ പത്രക്കാർ അത്തരം ഷാർപ്പായിട്ടുള്ള കൊടുക്കുന്ന ചോദ്യങ്ങൾ അൺഅവോയ്ഡബിൾ ചോദിക്കില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ അയാളെ എന്താ പറയാ പാരിതോഷികം കൊടുക്കുന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ ചോദിച്ചു എന്നല്ലാതെ പൊതുവേ കോൺഗ്രസിന് മൊത്തം മീഡിയയും ആളുകളും അവർക്ക് കുറച്ച് കുഴപ്പമൊക്കെ. അപ്പൊ ശ്രീകുമാർ ഇവിടെ പറയുന്ന കേട്ടില്ലേ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ അങ്ങനെ പറയാൻ കഴിയുന്ന അങ്ങയുടെ ആത്മവിശ്വാസം എന്താ എനിക്ക് മനസ്സിലാകും. ആ ദിവസത്തെ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പങ്കെടുത്തയാളാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കാര്യത്തിലെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെയും പരിശോധനകൾക്ക് അതീതമായ പ്രിവിലേജ് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ദിവസം ചർച്ച തന്നെ തുടങ്ങിയത്. നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന പ്രിവിലേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ആ സംഭവത്തിൽ നിലമ്പൂരിലെ പെട്ടി വിവാദത്തിൽ മീഡിയ മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു ജനറൽ ട്രെൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അത് കേരളത്തിന്റെ ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ സൈക്കിയുടെ ഭാഗമാണ്. കോൺഗ്രസ്സുകാർ കുറച്ച് ഗ്രൂപ്പ് വഴക്കാവാം, കുറച്ച് അഴിമതിയാവാം, കുറച്ച് കൊലപാതകമൊക്കെ ആവാം, അതൊന്നും കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർക്ക് കുറച്ച് കൊലപാതകമാകാം എന്ന നിലപാടെടുത്ത മാധ്യമങ്ങൾ കേരളത്തിൽ ഏതാണ്? അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എത്രയോ തവണ പറയുന്ന എക്സാമ്പിൾ ആണ്. ഗ്രൂപ്പിന്റെ കാര്യം ശരി, കോൺഗ്രസ് ആണെങ്കിൽ ഗ്രൂപ്പ് വഴക്കൊക്കെ സാധാരണമാണ് എന്ന് പറയുന്ന ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗ്രൂപ്പും കൊലപാതകവും ഒരേ ശ്രേണിയിൽ ഒരേ പ്രാസത്തിൽ പറഞ്ഞു പോകരുതേ. നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാധ എന്നുള്ള പേര് ടെലിവിഷൻ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പരാമർശിച്ചു എന്നല്ലാതെ എത്രത്തോളം പബ്ലിക് സ്പേസിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മറിച്ച് അതേ സംഭവം നടക്കുന്നത് CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നെങ്കിൽ ഈ ഇലക്ഷനിൽ മുഴുവൻ ആ പേരാവുമായിരുന്നു പബ്ലിക് സ്പീയറിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രിവിലേജ് കാലാകാലമായിട്ട് മീഡിയ കൊടുക്കേണ്ട, അതൊരു വാസ്തവമാണ്. നിലമ്പൂർ രാധ കൊലപാതക കേസ് മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ രാധ എന്ന് പറയുന്ന ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണർന്ന് നമ്മുടെ ചർച്ചയിലേക്ക് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമായി ഉന്നയിക്കാൻ കഴിയുന്ന നമുക്കറിയാം. ഇപ്പൊ 4 അതിഥികൾ ഇരിക്കുകയാണെങ്കിൽ 2 ചോദ്യമാണ് കക്ഷി എന്ന നിലയ്ക്ക് അതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വരാൻ CPM ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു വലിയ വിവാദമായി വന്നിരുന്നെങ്കിൽ ചോദിച്ചാൽ എന്നുള്ളതാണ്. CPM അത് ഉയർത്തിക്കൊണ്ടുവരാതിരുന്ന വെച്ചാൽ അത്തരം കാര്യങ്ങളിൽ വെച്ചിട്ടല്ല ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തേണ്ടത് എന്നുള്ളതും കേരളത്തിന്റെ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ് ഡിസ്കസ് ചർച്ച ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തൊരു വിഷയം നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യും? അതുകൊണ്ടല്ലോ, ഇപ്പുറത്ത് താല്പര്യം ഉണ്ടായിട്ടല്ല. നിങ്ങൾ പിക്ക് ചെയ്യുന്ന കുറെ ടോപ്പിക്സ് ഉണ്ട്, അത് പൊതുവെ ഇടത് വിരുദ്ധമായിരിക്കും. അങ്ങനെ വിചാരിക്കാനുള്ള എന്താ പറയാ എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് പക്ഷേ അതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്നു. ശരി, ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോ SDP-യുടെ വിഷയത്തിൽ പാലക്കാട്ട്, PDP-യുടെ വിഷയത്തിൽ ജമാഅത്തയുടെ വിഷയത്തിൽ ഇവിടെ നിലമ്പൂരിൽ V.D. സതീശൻ സ്വീകരിച്ച ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കോൺഗ്രസിനുള്ളിലുണ്ട്. ലീഗിന്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് സതീശൻ ആ നിലപാട് കടുപ്പിച്ചു എന്നൊരു വിമർശനം കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയില്ല.
UDF-നുള്ളിൽ തന്നെ ഉണ്ട് എന്നതിന്റെ തെളിവാവുകയാണോ പുറത്തേക്ക് വരുന്ന ഇത്തരം പരാമർശങ്ങൾ? അല്ല, എനിക്ക് അത്ഭുതം തോന്നിപ്പോവുകയാണ് ഏത് പരാമർശം. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ കയറുന്ന സമയത്ത് മാധു ശ്രീകുമാർ സാറിനോട് ചോദിക്കുന്നത് കേട്ടത് രമേശ് ചെന്നിത്തലജിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. രമേശ് ജി ഇന്ന് പറഞ്ഞ കാര്യവും അത് തന്നെയല്ലേ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് എല്ലാവരുടെയും ക്രെഡിറ്റാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള പ്രചരണത്തിൽ പങ്കെടുത്ത മുഴുവൻ UDF നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും അത്യധ്വാനത്തിൻ്റെ റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് വിജയം. പരാജയപ്പെട്ടാൽ അത് എൻ്റെ മാത്രം കുഴപ്പമാണ് എന്ന് സധൈര്യം പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ്. അത് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും തമ്മിൽ എന്താ മാറ്റമുള്ളത്? നിങ്ങൾ അതിൽ എന്തോ രണ്ടുപേരും പറഞ്ഞ വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിലപ്പുറം ഒന്നുമില്ല. ഇവിടെ MV ഗോവിന്ദൻ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചതുപോലെ CPM ചെന്നുപെട്ടതുപോലെ ഒരു പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസ് ചെന്നുപെട്ടിട്ടില്ല. UDF ഒറ്റക്കെട്ടായിരുന്നു. UDF-ന്റെ മുഴുവൻ നേതാക്കളിൽ നിന്നും ഐകകണ്ഠേനയുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിന്റെ ഗുണഫലം അവിടെ UDF-ന്റെ സ്ഥാനത്ത് അരുൺ ഷൗക്കത്തിന് ലഭിക്കും. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ല, 23-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നേതൃപ്രശ്നമുണ്ടോ എന്നുള്ളതല്ല, അവിടെ ആര് ജയിച്ചു എന്നുള്ളതാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും 10-18 തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്, അന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ആരോ പറഞ്ഞു നടന്നിട്ടുണ്ട് എന്ന് ഉള്ളതല്ലേ എന്ന് ഞാൻ ശ്രീകുമാറിനോട് ചോദിക്കുന്നതും അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായാൽ അത് വളരെ നിഷ്കളങ്കമായി വായിക്കപ്പെടും എന്ന് വിചാരിക്കാൻ പോന്നത്ര നിഷ്കളങ്കരാണോ കോൺഗ്രസ് നേതാക്കൾ? അല്ല, നിങ്ങൾ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആവശ്യമില്ലാത്ത കോണ്ടെക്സ്റ്റിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടുപോകും എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. ആ രണ്ടുപേരും ഒരേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കളക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പിന് കിട്ടുന്ന ക്രെഡിറ്റ് ആയിരിക്കും വിജയം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ. ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഈ വിജയം തന്റെ ക്രെഡിറ്റ് പെടുത്തിയിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞ ഒരു ദൃശ്യം കാണിച്ചു തരാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VD സതീശൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റേതായിരിക്കും, വിജയമുണ്ടെങ്കിൽ അത് എല്ലാവരുടേതുമാണ് എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിൽ വരുമ്പോഴും അദ്ദേഹം പറയുകയാണ് അതൊരു സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും VD സതീശൻ സ്വന്തം ചുമലിൽ എടുത്തു വെക്കുകയാണ്. അതിൽ സംശയമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കണ്ട എന്നൊരു നാന്ദി ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പറയാം, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടേതും, പരാജയപ്പെട്ടാൽ അത് എന്റെ മാത്രവും എന്നൊരാൾ പറയുമ്പോൾ അതിൽ കൂടുതൽ വിനയാന്വിതനായിട്ട് എങ്ങനെയാണ് ഒരു നേതാവിന് പരാജയപ്പെട്ടാൽ മുഴുവൻ എന്റേതാണ്, വിജയിച്ചാൽ എന്റെ മുഴുവൻ ത്യാഗത്തിന്റെയും ക്രെഡിറ്റ് ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും എന്ന നിലയ്ക്ക് മറ്റുള്ളവർ അതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മുമ്പ് സുധാകരനും അദ്ദേഹവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, ഓരോ നിമിഷം ശ്രീ സന്ദീപ് വാര്യർ, സുധാകരനും അദ്ദേഹവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സതീശൻ പറഞ്ഞത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സതീശന് ആണ് എന്ന് സുധാകരൻ പറഞ്ഞു, എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് എന്നാണ്. പക്ഷെ നാട്ടുകാർ മുഴുവൻ കേട്ടത് വേറെ വലുതുമാണ്. മാധു, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. പക്ഷെ കോൺഗ്രസിനകത്തോ UDF-നകത്തോ ഇത് സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പമില്ല. വളരെ കൃത്യമാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ UDF ഐകകണ്ഠേനയാണ് അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. UDF-ന്റെ നേതൃത്വം അസൂയാവഹമായ വിധത്തിലുള്ള ഐക്യവും ഒത്തൊരുമയും പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. ഒരു തരത്തിലുള്ള അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസമോ UDF-ന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. മറിച്ച് ആ അസ്വാരസ്യവും അഭിപ്രായ വ്യത്യാസവും മുഴുവൻ ഒരു കേഡർ സംഘടന എന്ന് വിളിക്കുന്ന CPM-നകത്താണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് എപ്പോഴെങ്കിലും UDF-ന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം പ്രയാസം എന്തായിരിക്കും? UDF-ന് ഉജ്ജ്വലമായിട്ടുള്ള വിജയം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ചർച്ച പോലും പോകുന്നത് ആ രീതിയിലാണല്ലോ. അവിടെ UDF സ്ഥാനത്ത് അത്യുജ്വലമായിട്ടുള്ള വിജയം നേടാൻ പോവുകയാണ്. ആ സമയത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ, UDF-നകത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഗവേഷണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആവട്ടെ, എനിക്ക് സംബന്ധിച്ച് പരാതിയൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ? മുഖ്യമന്ത്രിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തിരുത്തേണ്ടി വന്നില്ലേ? അഭിലാഷ് മോഹൻ എടുത്ത ഇന്റർവ്യൂവിൽ MV ഗോവിന്ദൻ പരസ്യമായി സംബന്ധിച്ച RSS ബാന്ധവത്തിനെ മുഖ്യമന്ത്രിക്ക് വന്നിരുന്ന് മണിക്കൂറുകളോളം ന്യായീകരിച്ച് മെഴുകേണ്ട അവസ്ഥ കേരളത്തിൽ വന്നില്ലേ?
അതിനും വലിയ നാണക്കേട് എന്താ ഉള്ളത്? CPM ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ടോ? ഒന്നാമത്തെ ദിവസം അവിടെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പന്നിയുടെ ആക്രമണം തടയാൻ വേണ്ടി വെച്ച വൈദ്യുതി വേലി തട്ടി സംഭവിച്ച ദൗർഭാഗ്യകരമായ ഒരു മരണം, അത് സംബന്ധിച്ച് അവിടുത്തെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ അഭിപ്രായം തൊട്ട് CPM-നകത്തും LDF-നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിലമ്പൂരിൽ എന്തൊക്കെയാണെന്ന് മാധ്യമപ്രവർത്തകർക്ക് അറിയുന്നതല്ലേ? അവിടുത്തെ സ്ഥാനാർത്ഥി പോലും വലിയ പ്രയാസത്തിലായിരുന്നില്ലേ? അപ്പോൾ പല നേതാക്കൾ പല വിധത്തിൽ അഭിപ്രായം പറയായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞ് LDF അവിടെ ഒരു തകർന്ന ക്യാമ്പായിരുന്നു. അവിടെ UDF ഒറ്റക്കെട്ടായിരുന്നു. ഇതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. രണ്ട് കാര്യങ്ങൾ എനിക്കത് കൂട്ടിച്ചേർക്കാനുണ്ട്. ഒന്ന്, അങ്ങേക്ക് സംതൃപ്തിയായി കാണുമല്ലോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കുത്തിത്തിരിപ്പാണ് നേരത്തെ അങ്ങ് പറഞ്ഞ പ്രിവിലേജ് ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയാണ്. നിങ്ങൾക്ക് കുത്തിത്തിരിപ്പാണ്, അവർക്ക് കുത്തിത്തിരിപ്പാണ്. അവിടെ ഞങ്ങളൊരു ബാലൻസിലാണ് പോകുന്നത് എന്നുള്ളതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഗുണവും സന്തോഷമുള്ള കാര്യമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അത് കാട്ടുപന്നിയുടെ ആക്രമണം തടയാൻ വെച്ച കെണിയല്ല, മറിച്ച് അനധികൃത ഇറച്ചി വ്യാപാരവുമായി ബന്ധപ്പെട്ടുണ്ടായ കെണിയാണ്. അതുമായി ഉണ്ടായ മറ്റ് രാഷ്ട്രീയ കെണികൾ എന്താണെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതുമാണ്. ശ്രീ വി വസീഫ്, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് അനാദൃശ്യമായ തരത്തിലുള്ള UDF അനാദൃശ്യമായ തരത്തിലുള്ള ഒരു യോജിപ്പ്, ഐക്യം, യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായ്മ, വി ജോയി എന്ന് പറയുന്ന യുവ നേതാവിന്റെ സംഘടന, അദ്ദേഹത്തിന് സ്വന്തം സംഘടനയോടുള്ള ആത്മാർത്ഥത, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും UDF വളരെ കൃത്യമായി. നിങ്ങളാണ് പ്രശ്നത്തിലായത്, നിങ്ങൾക്കാണ് വിശദീകരിച്ച് ന്യായീകരിച്ച് മെഴുകേണ്ടി വന്നത്, നിങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഒരു അസാധാരണമായ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായത്. അത് പറയാൻ കഴിയാത്തതിന്റെ പേരിൽ UDF-ന് വലിയ വിജയം ഉണ്ടാകുന്നതിന്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന നിലവിലെ വിവാദങ്ങൾ എന്ന നിലയ്ക്കാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തെ കോൺഗ്രസ് കാണുന്നത്. ഇവിടെ നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കും നമ്മൾ കണ്ടതാണ്. പത്രക്കാരെ അഭിമുഖീകരിക്കുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ് ചിത്രം. ആ ഫ്രെയിം മാധുവിൻ്റെ ഓർമ്മയിലുണ്ടാകും. കേരളത്തിൽ ഇത് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാകും. ആ മൈക്കിന് വേണ്ടിയുള്ള ഒരു അടിപിടി ഉണ്ടല്ലോ, വല്ലാത്ത രീതിയിൽ അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച തെറിയുണ്ടല്ലോ. എന്നിട്ട് അവസാനം VD സതീശൻ പറയാ, ഞങ്ങൾ അതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുമ്പോഴൊക്കെ വിളിക്കാറ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു മുന്നണിയാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി. ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവർ അടി കൂടുന്നത് മാത്രമല്ല പ്രശ്നം, വളരെ പ്രധാനപ്പെട്ട 1-2 പ്രശ്നങ്ങളിലേക്ക് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ പോയി എന്നുള്ളതാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്ക് മതരാഷ്ട്രവാദമില്ല എന്നങ്ങ് സ്ഥാപിക്കുക. അവരുമായിട്ട് കൂട്ടുകൂടുന്നതും കൂടാതിരിക്കുന്നതും ഒക്കെ വേറെ കാര്യം. പക്ഷേ ഒരു സംഘടനക്ക് അവർ തന്നെ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി, ഹുക്കുമത്തെ ഇലാഹി വേണ്ടി സംസാരിക്കുന്നവർ, ഈ അവരുടെ മൗദൂദിയൻ ആശയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്നവർ, അതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, ആ സംഘടനക്ക് VD സതീശൻ ഒരു പത്രസമ്മേളനത്തിൽ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുക, ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും അന്ന് വന്ന ചർച്ചയിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയാം, VD സതീശനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് മുസ്ലിം ലീഗ് ആയാലും ഈ പറയുന്ന UDF-ലെ ചില നേതാക്കന്മാരായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൊരു ഗതികേട് എന്തെന്ന് വെച്ചാൽ, ഒരു വല്ലാത്ത പ്രയാസം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ 2 ടേമായി ഭരണത്തിലില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭരണത്തിലില്ലാത്തൊരു സമയത്ത് ഇനിയും ഭരണത്തിൽ വരാതിരിക്കുമോ അല്ലെങ്കിൽ ഇനിയും ഭരണത്തിൽ എത്തില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം മാത്രമേ പ്രശ്നമുള്ളൂ. അധികാരത്തിന് വേണ്ടി ആരുമായിട്ട് കൂടാനും എന്ത് ചെയ്യാനും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അതിൽ ആശയമോ അതിൽ ആദർശമോ ഒന്നും പ്രശ്നമില്ല എന്ന തരത്തിൽ ഇടപെടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. ആ നേതാക്കന്മാർ ഇവിടെ എന്ത് ചെയ്യാണ്? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഉറപ്പിച്ചു നിൽക്കുന്നു, അവരുടെ പിന്നിൽ അണിനിരക്കുന്നു, അവരുടെ മതരാഷ്ട്രവാദമൊന്നും ഇപ്പോൾ ഇല്ല എന്ന VD സതീശൻ്റെ വാദത്തിൽ നിൽക്കുന്നു. എന്നാൽ ഇവിടെ ഈ നിലമ്പൂരിലെ സാധാരണ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, കേരളത്തിലെ പ്രവർത്തകർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാം എന്താ കരുതുന്നത്?
ഈ വി.ഡി. സതീശന്റെ ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിനോട് ഏറ്റവും മോശമായ പ്രതികരണമായിരിക്കും അവർക്കുണ്ടാവുക. അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവവും PDP ബാന്ധവവുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ കൊഴുത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം വന്നപ്പോഴത്തേക്കിനും RSSുമായി മുൻപുണ്ടാക്കിയ ബന്ധവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസ്താവന നോക്കൂ, നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്താണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡാമേജിന്റെ കാര്യമാണ് കൃത്യമായി ശ്രീ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിക്ക് വന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടി വന്നു. എം സ്വരാജ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയില്ലേ എന്ന് ഇടത് ക്യാമ്പുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യത്തിൽ എന്ത് വ്യക്തത വരുത്താനാണ് എം സ്വരാജ്? അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അല്ല. ഇപ്പോൾ വളരെ സംഘടനാപരമായി വലിയ നേതാവായിരിക്കാം, വലിയ CPM പ്രത്യയശാസ്ത്ര ബോധമൊക്കെയുള്ള ആളായിരിക്കാം. പക്ഷെ പാർട്ടി സെക്രട്ടറി തിരുത്താൻ കഴിയില്ലോ. അത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന് ന്യായീകരണം പറയാൻ കഴിയുന്ന ഒരാളല്ലോ. പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് എന്ത് വിവാദം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് പറഞ്ഞൊരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഏറ്റവും വലിയ ചർച്ചയില്ലേ? അതെ മാധു, ആ ഇന്റർവ്യൂ പൂർണ്ണമായും മാധു കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. എവിടെയെങ്കിലും RSS ഒരു വർഗീയ സംഘടനയല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ജനസംഘവുമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു ധാരണ അന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കോൺഗ്രസിന്റെ തന്നെ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഈ അടിയന്തരാവസ്ഥയോട്, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നടപടിയോടൊക്കെ എതിർപ്പുള്ളവരെല്ലാം മറുവശത്തായിരുന്നു. ആ അർദ്ധ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ളതാ പറഞ്ഞത്. അവിടെ ജനസംഘത്തിനായാലും ജനസംഘം വന്ന് പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ആയപ്പോഴും ഒക്കെ എടുത്ത സമീപനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ. ആ ഇന്റർവ്യൂവിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു പോയ സമയത്ത് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പിറ്റേ ദിവസം ഗോവിന്ദമാഷ് തന്നെ വളരെ ക്ലിയർ കട്ടായി വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ഇതാ പറഞ്ഞത് എന്ന്. എന്നാൽ വി.ഡി. സതീശൻ അങ്ങനെ അല്ല പറഞ്ഞത്. ഒരു ആശയപരമായി ഈ സമൂഹത്തിനകത്ത് അകറ്റി നിർത്തേണ്ട ഒരു സംഘടനയെ അകറ്റി നിർത്തേണ്ടതല്ല. അവരുടെ ആശയം അങ്ങനെയല്ല, അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ്. എന്നാൽ മറ്റത് അങ്ങനെയല്ല. മറ്റതിനെയും ഇതിനെയും നമുക്ക് അങ്ങനെ ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല. അതാ പ്രശ്നം. പിന്നെ ഇന്ന് ചെന്നിത്തല ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ കുറിച്ച് കോൺഗ്രസിലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അസ്വസ്ഥതയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മുന്നണിയുടെ ഉഡായിപ്പ് തന്ത്രങ്ങളൊന്നും അവർക്ക് അറിയില്ല. അത് കണ്ടിട്ട് വല്ലാത്ത അസ്വസ്ഥത അവർക്കും ഉണ്ടാകുന്നുണ്ട്. ആ അസ്വസ്ഥത അവർക്ക് പറയാൻ പറ്റുന്നിടത്തൊക്കെ അവർ പറയുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തും വിളിച്ചു പറയുകയും ആരെയും ആക്ഷേപിക്കുകയും എന്ത് കുതന്ത്രങ്ങളും എന്ത് നുണയും പറഞ്ഞ് എങ്ങനെയെങ്കിലും മെയിൻ സ്ട്രീമിൽ വരണം എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം യുവനിര വളർന്നു വരുന്നതിൽ വലിയ അസ്വസ്ഥത ആരിലുണ്ട്? ഈ പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരിലുണ്ട്. എന്നാൽ നേരത്തെ പ്രതികരണങ്ങൾ എന്നാണ് CPM-ന്റെ യുവജന നേതാക്കളൊക്കെ കാണുന്നത്. എനിക്ക് അങ്ങയുടെ ഒരൊറ്റ കാര്യം നേരത്തെ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ എന്ന നിലയ്ക്ക് പറഞ്ഞു പോവുകയാണ്. RSS ഒരു വർഗീയ സംഘടനയല്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ആ ഇന്റർവ്യൂവിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനത് കണ്ടു കേട്ടോ, വസീഫ് സംശയിക്കേണ്ട. അപ്പോൾ പക്ഷേ വർഗീയ സംഘടനയാണ് എന്ന് മാഷക്ക് ബോധ്യമുണ്ട്, RSS-നോട് പോലും എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ വർഗീയ സംഘടന ആയിരുന്നിട്ട് പോലും ഞങ്ങൾ മുൻപ് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ആ വിവാദം നിൽക്കുന്നത്. അത് അങ്ങേക്ക് അങ്ങനെ പൊതിഞ്ഞു വെച്ച് പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. ശ്രീ വി വസീഫ്. ശ്രീ N ശ്രീകുമാർ, ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഏറെ നിർണായകമാണ്. പരാജയം എന്ന് പറയുന്നത് UDF സംവിധാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. ഇപ്പോൾ കോൺഗ്രസ് കുറച്ചൊക്കെ താങ്ങുമെന്ന് വിചാരിക്കാം. ഞാൻ വിജയത്തെക്കുറിച്ച് കൂടി പറയും കേട്ടോ, അങ്ങ് പ്രകോപിതനാവരുത്. അപ്പോൾ പക്ഷേ ലീഗിനോ UDF-ന്റെ മറ്റ് ഘടകകക്ഷികൾക്കോ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ K മുരളീധരൻ പറഞ്ഞ പോലെ 9 വർഷമായിട്ട് പുറത്തിരിക്കുകയാണ്, പിന്നെ എന്ത് ഇഷ്ടം, പിന്നെ എന്ന് ചോദിക്കുകയാണ്, പിന്നെ എന്ത് നേതൃത്വം എന്ന നിലയ്ക്ക് തന്നെ അത് പരിഗണിക്കുകയാണെങ്കിൽ ജയം എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന വലിയ ആത്മവിശ്വാസം ചില്ലറയല്ല. ഇപ്പോൾ തൃക്കാക്കര പോലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത്, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ചേലക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഒക്കെ ഈ 99 വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കയ്യിലിരിക്കുന്ന സീറ്റാണ്. അവിടെ കടന്നു ചെല്ലാൻ UDF-ന് കഴിയുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നതും ചെറുതല്ല. അവിടെയാണ് ഈ, അതായത് തെരഞ്ഞെടുപ്പ് സമയത്തേ ഇങ്ങനെയാണ് എന്ന രീതിയിൽ എത്ര ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര ആത്മവിശ്വാസം എന്ന് എല്ലാവരും പറയുന്നിടത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റി, ഈ വിവാദങ്ങളെപ്പറ്റി, വിവാദ സംഭാവനകളെപ്പറ്റി എന്തുകൊണ്ടാണ് ഒരു ബോധ്യമില്ലാതെ പോകുന്നത്?
നോക്കൂ മാധു ഇപ്പോൾ പറഞ്ഞതിൽ ഉള്ള ഞാൻ വായിച്ചെടുക്കുന്നത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു വിജയം ഉണ്ടാകുമെന്ന രീതിയിലാണ്. കാരണം ഈ വിജയം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ചില പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ള വ്യാഖ്യാനവും ഞാനതിൽ കാണുന്നുണ്ട്. എന്തായാലും അവിടെ കോൺഗ്രസിൻ്റെ നിലമ്പൂരിലുള്ളൊരു ഗുണം, അവിടുത്തെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കോൺഗ്രസ് എടുത്ത ഒരു സമീപനമല്ല നിലമ്പൂരിലെടുത്തത്. അവിടെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഏകോപനം വളരെ കെട്ടുറപ്പുള്ളതായിരുന്നു. അതാണ് അവിടുത്തെ പ്രത്യേകത. ആ കെട്ടുറപ്പ് UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെയും അതുപോലെ ജമാഅത്തിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മാധുവിൻ്റെ ഉത്തരത്തിൽ ഞാൻ പിന്മാറാൻ പറ്റാത്തതുകൊണ്ടുമാണ്. ഇവിടെ ശ്രീ വസീഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണജനകമാണ്. അവിടെ ലീഗ് വ്യക്തമായി പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും തമ്മിലുള്ള നയപരമായ വ്യത്യാസമൊക്കെ അവിടെ നിൽക്കുകയാണ്. വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളത് സ്വീകരിക്കുന്നു. അത് തന്നെ കോൺഗ്രസും പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവിടെ വേറെ താത്വിക ചർച്ചയ്ക്കൊന്നും അവർ പോയിട്ടില്ല. അപ്പോൾ ആകപ്പാടെ താത്വിക ചർച്ചയ്ക്ക് പോയത് CPM ആണ്. അതിലൊരു വെട്ടിൽ വീണു PDP കാര്യത്തിൽ. പഴയകാല കഥകളെല്ലാം ചകഞ്ഞു കൊണ്ടുവന്നില്ലേ? ഒരിക്കലും ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അടക്കം ഈ പറയുന്ന ഭൂതകാലത്തിലെ ഇതൊക്കെ എടുത്ത് പുറത്തിട്ടത് ശ്രീ N ശ്രീകുമാർ കാണാതെ പോയതല്ല. അപ്പോൾ കോൺഗ്രസ് തന്നെ ഇപ്പോൾ PDPയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുൻ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അവനവന് ഹിതകരമല്ല എന്ന രീതിയിൽ കണ്ണടച്ചു പോകാൻ കഴിയില്ലല്ലോ. നോക്കൂ മാധു, ഈ രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ ഏത് അവസരത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സഖ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ കോൺഗ്രസ് CPM സഖ്യം, രാജസ്ഥാനിലെ കോൺഗ്രസ് CPM സഖ്യം, അതുപോലെ കേരളത്തിൽ പറ്റുമോ? ഇല്ലല്ലോ. എന്ത് വെച്ചുകൊണ്ട് അവിടെ എന്താ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവൊക്കെ രാഷ്ട്രീയമാണ്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും അവരുടെ വെൽഫെയർ പാർട്ടിയും ഒക്കെ LDFന് പിന്തുണ കൊടുത്ത ഘട്ടവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അതിലേക്ക് പോകുന്നില്ല. PDPയുടെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് അത് സത്യമായിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചു, അല്ലെ ജമാഅത്തിൻ്റെ പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചു, അങ്ങനെ വരികയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാം. അത് തെറ്റൊന്നുമില്ല. അത് സമ്മതിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ RSSുമായിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സർ ഒറ്റ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയില്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ പരസ്യമായി പറഞ്ഞു. അത് ഈ നാട് പരിശോധിക്കേണ്ടതല്ലേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാ ചോദ്യം. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ? ഇല്ലേ? ശരി, ശ്രീ N ശ്രീകുമാർ പൂർത്തിയാക്കോ. അതൊരു പ്രധാന പ്രശ്നമല്ലേ? അല്ല, ഞാൻ പറയാം. ആ ചോദ്യം നിങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ടതും. കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് പിന്നീടാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ പിന്മാറുന്നു എന്ന് ഒരു ഘട്ടത്തിൽ അതിൻ്റെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മതരാഷ്ട്രവാദം എന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞത്. അത് നാളെ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വേറെ നമുക്ക് നടത്താവുന്നതാണ്. പക്ഷെ അവരുടെ മുമ്പിൽ അവർ പറഞ്ഞൊരു കാര്യത്തിൽ പഴയ കാലത്തെ പോലെ ഞങ്ങൾക്കിപ്പോൾ ചിന്തയില്ല. അവർ രൂപീകരിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. ആ വെൽഫെയർ പാർട്ടിക്ക് വേറൊരു സംഘടനാ സംവിധാനമാണ്. ആ സംഘടനാ സംവിധാനത്തിലുള്ളവരാണ് UDFനെ ഇപ്പോൾ പിന്താങ്ങുന്നത്. അത് 2019 പിന്താങ്ങി. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. 2021 പിന്താങ്ങി, നമ്മളെ ചർച്ച ചെയ്തില്ലല്ലോ. ഇത് നിലമ്പൂർ ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ലയായതുകൊണ്ടും മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവനകളുള്ളതുകൊണ്ടും മലപ്പുറം ജില്ലയെക്കുറിച്ച് CPMന്റെ നേതാക്കൾ പല ഘട്ടത്തിൽ നടത്തിയ അഭിപ്രായങ്ങളുണ്ട്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ UDFനൊരു നിലപാടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ചർച്ചയെ പറഞ്ഞിരുന്നു. ഇവിടെ ഗോവിന്ദ മാഷിന്റെ ഒരു നിലപാടില്ലായ്മ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, നുണ പറഞ്ഞു പോയത് സർ. അങ്ങേ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിരുന്ന് വെറും കോൺഗ്രസ്സുകാർ സതീശനേക്കാൾ മോശമായ രീതി പറഞ്ഞു പോയത്. നുണ പറഞ്ഞു പോയത്. അല്ലല്ല വസീഫ്, എന്റെ കാര്യം വിട്, എന്നെ നിങ്ങൾ വിടും. അല്ല, എന്റെ കാര്യം വിട്. ഞാൻ അല്ലല്ല, ഒരു മിനിറ്റ്.
അല്ലല്ല, ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതല്ല. മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്താൽ അത് നിങ്ങളില്ലെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല. അത് നമ്മൾ ചർച്ച ചെയ്തതിന് സമയങ്ങളല്ലേ വെറുതെ. അവിടെ പ്രശ്നം എന്താ വെച്ചാൽ സമയം കളയുന്നില്ല. ആ ഹിന്ദു പത്രത്തിൽ തന്നെ അങ്ങനെയല്ല. പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കൾ ആര്യാടൻ മുഹമ്മദാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോലെ, അങ്ങനെ നുണ പറഞ്ഞു പോലെ. കുട്ടി പാകിസ്ഥാൻ മലപ്പുറം ആക്ഷേപിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തത് കോൺഗ്രസാ. അല്ല, നമ്മളൊരു ഡിബേറ്റ് ആണല്ലോ. ഒരു ചോദ്യം എന്നുള്ളത് ഞാൻ ശ്രീ എൻ ശ്രീകുമാറോട് അനുവാദം ചോദിച്ച് അങ്ങയിലേക്ക് വന്നതാണ്. അതങ്ങ് ദുരുപയോഗം ചെയ്യരുത് ശ്രീ എൻ ശ്രീകുമാർ. അല്ലല്ല വസീഫെ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഈ ചരിത്ര സത്യങ്ങൾ പുറത്തു വരുമ്പോഴേ ഇപ്പൊ ഗോവിന്ദ മാഷ പറഞ്ഞൊരു ചരിത്ര സത്യം നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുള്ളത് ശരിയാണ്. കാരണം വെച്ചാൽ ആ ചരിത്ര സത്യം അവിടെ നിലനിൽക്കുകയാണ്. എന്ത് RSSുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതുകൊണ്ട് ഒറ്റ മാത്രം ഞാൻ അവസാനിപ്പിക്കാം. 1980 അല്ലല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഇടപെടില്ല പ്ലീസ്. നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞു. നിങ്ങൾ അവസരത്തിൽ പറയൂ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ പറയാം. 1980 കോൺഗ്രസ് ജനതാ പാർട്ടിയുമായി സഹകരിച്ചു, ജനസംഘവുമായി സഹകരിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ട് അതേ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ജയിച്ചു. ആരായി ഞങ്ങള്? കോൺഗ്രസിന്റെ AK ആന്റണിയുടെ ഗ്രൂപ്പ് അതിലുണ്ട്. VC കബീർ ഒറ്റപ്പാലത്ത് ജയിച്ചു. മുഖ്യമന്ത്രി പറയാ, ആരായിരുന്നു VC കബീർ? കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? കോൺഗ്രസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്തെ കോൺഗ്രസ് 2 കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒന്ന് കോൺഗ്രസ് യു, ഒന്ന് കോൺഗ്രസ് ഐ. ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അത് ഒളിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാ പറഞ്ഞത്, ഭൂതകാലത്തിലേക്ക് പോയാൽ CPM വല്ലാത്ത അസ്വസ്ഥയിലേക്ക് വരും. ഒരൊറ്റ മിനിറ്റ് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. വസിഫ്, ഞാൻ വരാം, ക്ഷമിക്കൂ. ഡോക്ടർ പ്രേംകുമാർ, ഇതിപ്പോ ജമാഅത്തെ ഇസ്ലാമി പൂർവ്വകാല രാഷ്ട്രീയത്തിലേക്ക്, അവരുടെ മതരാഷ്ട്രവാദത്തിലേക്ക് തിരികെ എത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു, PDP പോയകാല രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്ന ഉറപ്പിന്റെ പേരിലാണ് അങ്ങനെ തീവ്രവാദത്തിലേക്ക് പോകുന്നവരെ തള്ളിവിടാമോ, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട, നന്നാവേണ്ടതില്ല, തള്ളിവിടാമോ എന്നൊക്കെയാണ് അന്ന് LDFന്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ ഇത് ആ ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു, ചേട്ടന്റെയും അനിയന്റെയും ശബ്ദം ഏറെക്കുറെ ഒരേപോലെ നിൽക്കുന്ന ന്യായീകരണമല്ലേ? അല്ല, അത് തമ്മിൽ എന്താ വെച്ചാൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ പൊളിറ്റിക്കലായ കാര്യങ്ങളെ പൊളിറ്റിക്കലായിട്ട് കാണാൻ തയ്യാറാവാതിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വളരെ കൃത്യമായ, വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വിഷനുണ്ട്. ലോകത്തെ പറ്റിയിട്ട്, മൊത്തം ബ്രഹ്മാണ്ടത്തെ പറ്റിയിട്ട്, ഇന്ത്യയെ പറ്റി, പൊളിറ്റിക്സിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. അവരത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നേ വരെ അവരത് തിരുത്തി പറഞ്ഞിട്ടുമില്ല. ഇനി തിരുത്തി പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, തിരുത്തി പറഞ്ഞാൽ ഏത് സംഘടനയെയും നമ്മൾ ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ കേസിൽ ISS എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ഭയങ്കരമായ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര അതിതീവ്ര പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാല് എടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അയാൾ ജയിലിൽ കിടന്നു. അതിനുശേഷം ആ കാര്യങ്ങൾ മുഴുവൻ ആ മനുഷ്യൻ തള്ളി പറഞ്ഞു. ചെയ്തത് ശരിയല്ല, അത്തരം നിലപാട് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ അബ്ദുൽ നാസർ മദനിയെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോണ്ടെക്സ്റ്റിൽ. അങ്ങനെ യാതൊരു ഒരു സിറ്റുവേഷനും ജമാഅത്തെ ഇസ്ലാമിയുടെ കേസിൽ വന്നിട്ടില്ല. അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറ്റിയെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഇന്ത്യ മുഴുവനുള്ള ഒരു സംഘടനയ്ക്ക് ഇപ്പം മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നത് UDFന്റെ ചെയർമാനായ VD സതീശനാണ്. മുസ്ലിം ലീഗിന്റെ നിങ്ങളെ ഇതേ അഭിലാഷ് മോഹൻ PK കുഞ്ഞാലിക്കുട്ടിയോട് ഈ കാര്യത്തെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അതിസമർത്ഥമായിട്ട് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്താണ്? അതൊക്കെ നമുക്ക് 19-ാം തീയതി കഴിഞ്ഞിട്ട് പറയാമെന്നാണ്. ഇലക്ഷൻ ഇടയിൽ പോലും അദ്ദേഹം പറഞ്ഞെന്താ, അത് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ്. മുസ്ലിം ലീഗ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല സതീശൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് തെറ്റാണ് എന്ന് ഇലക്ഷന്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞ് UDFന്റെ ഉള്ളിൽ അങ്കലാപ്പ് ഉണ്ടാക്കാനുള്ള വിഡ്ഢിത്തം അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രസംഗങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതായത് PDP ഉണ്ടാക്കിയതും PDPയുടെ അണികളെ ഉണ്ടാക്കിയതും PDPയുടെ അണികളെ അതിലേക്ക് ആകർഷിച്ചതുമെല്ലാം ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. അന്ന് പണ്ട് മറ്റേ കാസറ്റുകളിൽ പതിപ്പിച്ച് കേരളം മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത ആ ആശയങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി ധ്രുവീകരണം ചില്ലറയല്ല. അതോടെ ഒറ്റ ദിവസം ജ്ഞാനസ്നാനം ചെയ്താൽ തീർന്നു പോകുന്നതുമല്ല കേട്ടോ. അല്ല, തീർന്നു പോകുന്നത് ഞാൻ പറയട്ടെ. സന്ദീപ് വാര്യരും
കേരളത്തിലെ ഇടതുപക്ഷത്തെയും എല്ലാ ഉള്ള ആളുകളും തമ്മിൽ ഭീകരമായ തർക്കം നടന്നിട്ടുണ്ട്. ഞാനുമായിട്ട് അതിഭീകരമായ തർക്കം നടന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ന്യായങ്ങളോ രാഷ്ട്രീയ നിലപാടോ അല്ല സന്ദീപ് വാര്യർ ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പറയുന്നതിന് അംഗീകരിക്കുകയും അതിനെ വിമർശിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കഴിഞ്ഞോ അല്ല അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലല്ല ശരി. അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. പക്ഷേ ലീഗിനോട് ചോദിച്ചത് നിങ്ങൾ മതപാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. പക്ഷേ PDP ചോദിക്കാൻ പറ്റില്ല. തീർത്ത് പറയട്ടെ, കോൺഗ്രസിന്റെ സഹയാത്രികനെ ശ്രീകുമാർ പറയുന്നതിന്റെ പ്രശ്നം എന്ന് അറിയോ? തമിഴ്നാട്ടിലോ കർണാടകത്തിലോ രാജസ്ഥാനിലോ രണ്ട് ജനാധിപത്യ പാർട്ടികളായിട്ടുള്ള CPM-ഉം കോൺഗ്രസും തമ്മിൽ അലയൻസിലാവുന്നത് പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടന മതരാഷ്ട്രവാദം ഉപയോഗിച്ചു എന്ന് VD സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ പിന്തുണയിൽ ഒരാൾ കേരളത്തിൽ MLA ആവാന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനും CPM-നും മൊത്തം ജനാധിപത്യ ചേരിക്കാണ് പ്രശ്നം. അതാണ് ഇതിന്റെ അകത്ത് അപകടം. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇതാണ് പ്രശ്നം. അതായത് നേരിട്ടിറങ്ങി വെള്ള പൂശാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി എന്നിടത്താണ് ആ വിമർശനത്തിന്റെ മുന്നക്കുറിപ്പിക്കുന്നത്. അത്തരം ഡാമേജ് ഭാവിയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നോ LDF-ന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാളെ അവർക്ക് PDP-യെ വേണമെങ്കിൽ തള്ളിപ്പറയാം. ഇവർക്ക് പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആ ഘട്ടത്തിൽ തെറ്റിദ്ധരിച്ചിരുന്നു, പിന്നെ തിരിച്ചറിവുണ്ടായപ്പോൾ ദാ തള്ളിക്കളയുന്നു എന്ന് പറയാം. പക്ഷേ VD സതീശൻ നേരിട്ടിറങ്ങി ന്യായീകരിച്ചു എന്നിടത്താണ് വിമർശനം. ഇവരുടെ പ്രശ്നം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണച്ചു എന്നുള്ളതല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രശ്നം. കാരണം എന്താ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടതുപക്ഷക്കാർ. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ MP-യും തമിഴ്നാട്ടിലെ അവരുടെ MP-യും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി വോട്ട് എരന്ന ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെയും കയ്യിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ ഫോട്ടോ നിൽക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടുത്തെ ഇവരുടെ CPM-ന്റെ ഏക MP-യുടെ ഫോട്ടോ, ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രസക്തമായ കാര്യമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് നടക്കാനേ പോകുന്നില്ല. പക്ഷേ RSS മുന്നോട്ടിക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം, RSS-ന്റെ മതരാഷ്ട്രവാദം ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഞങ്ങൾ RSS-ഉമായിട്ട് പല ഘട്ടങ്ങളിലും കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? RSS-കാരാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു, നമ്മളൊക്കെ ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് RSS-കാരെ. നിൽക്കുന്നത് സ്വരാജാണ് കേട്ടോ, നമ്മുടെ കുട്ടിയാണ് കേട്ടോ, വോട്ട് ചെയ്യണം കേട്ടോ എന്ന് RSS-കാരെ ഓർമ്മപ്പെടുത്തുന്ന പണിയല്ലേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത്? എന്നാ ചെയ്തത്? തലേ ദിവസം ഇലക്ഷന്റെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയിരുന്നു, ഇപ്പൊ ATM പോലെയാ, കുത്തിയെ കിട്ടും. പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് എന്റെ RSS പൂർവ്വകാലം എന്ന് പറഞ്ഞുകൊണ്ട് 2 പത്രത്തിൽ ഉപരി പരസ്യം കൊടുത്തത്. ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അക്നോളജ് ചെയ്യാണ്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് RSS-ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് RSS-ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ്. 67 ബന്ധം ഉണ്ടായിരുന്നു. സംയുക്ത വിധായക് ദൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. ജനസംഘവുമായി നിങ്ങൾ സഖ്യം ഉണ്ടായപ്പോൾ ആ മുന്നണിയുടെ കൺവീനർ സുർജിത്ത് ആയിരുന്നു. ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു. ബംഗാളിൽ അജോയ് മുഖർജി ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായപ്പോൾ അതിൽ ജനസംഘം MLA-യുടെ പിന്തുണ ഉണ്ടായിരുന്നു, നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് 67 ഉണ്ടായിട്ടുണ്ട്, 77 ഉണ്ടായിട്ടുണ്ട്, 89 ഉണ്ടായിട്ടുണ്ട്. 2008 UPA സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ കാലം നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ചുണ്ടായവരാണ്. നിങ്ങൾ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക. ഇത് രണ്ടുപേരുടെ അജണ്ടയാണല്ലോ. കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ ഇവരുടെ DNA എന്ന് പറയുന്നത്. അത് തന്നെയാണല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചത്. കേരളത്തിലുടനീളം BJP ജയിക്കാനുള്ള കൊട്ടേഷൻ മണി എടുത്തത് CPM അല്ലേ? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലൊരു ചെറിയ സംഘടന അവർ ഏതെങ്കിലും തരത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യുക. അതൊരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് സമ്മതിച്ചോ? എന്നാൽ പോലും അതിനേക്കാൾ അപകടകരമായിട്ടുള്ള അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ നിലപാടാണ് എങ്കിൽ അതിനെ തള്ളിക്കളയണം, അതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. ലീഗിന്റെ നിലപാട് ഒരു 30 സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു 30 സെക്കൻഡ് പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക നിലപാട്, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, അതിന്റെ ഔദ്യോഗിക നിലപാട് ഞങ്ങൾക്ക് ഇപ്പം നിലപാടില്ല എന്നുള്ളതാണ്. അവർ മതരാഷ്ട്രവാദം എന്ന അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ഒഫീഷ്യൽ, അവർ സ്റ്റേറ്റഡ് പൊസിഷനാണ് അവരുടെ. ആ സ്റ്റേറ്റഡ് പൊസിഷൻ ആവർത്തിക്കുക മാത്രമേ അതിൽ ഒരു ന്യായീകരണമില്ല.
അതിലൊരു ന്യായീകരണമല്ല. അവരുടെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്താണ് എന്നുള്ള വസ്തുത പറയാൻ മാത്രമേ നിങ്ങൾ ഈ മിസ്ഡ് കോൾ അടിച്ച് ജ്ഞാനസ്ഥാനം ജയിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും നിങ്ങൾ രണ്ടുപേരും? അല്ല, ഇവർ ഈ വർഗീയ സർട്ടിഫിക്കറ്റും സെക്യുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്നത് AKG സെന്ററിനല്ലേ? ചില സമയത്ത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോൾ അവർ മതേതരവാദികൾ, അവരെ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ അവർ വർഗീയവാദികൾ. ഈ അബ്ദുൽ നാസർ മദനി ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ CPM-കാര്? അതേ മദനിയെ പിന്നീട് കൊണ്ടുവന്ന് പൊന്നാനിയിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടത്താണി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിച്ചതാരാ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെന്നേ. ഒരു സർട്ടിഫിക്കറ്റും ആർക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിൽ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. ആ UDF കിട്ടുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച്. അദ്ദേഹം അതിന് തലവെക്കാൻ തയ്യാറേ ആയിരുന്നില്ല. അങ്ങനെ അതായത് VD സതീശനെ എതിർത്തും പറയാൻ കഴിയില്ല, അനുകൂലിച്ചും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിഷമവൃത്തത്തെ ചിരികൊണ്ട് നേരിട്ട PK കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മൾ കണ്ടത്. ലീഗിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒന്നാണ്. അതൊക്കെ താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങളാണെന്ന്. ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങൾ വേറെ. അവർ പറയുന്നു ഞങ്ങൾക്കിപ്പോൾ നിലപാടില്ല. ആ നിലപാട് അവർ ആ നിലപാട് പറയുമ്പോൾ അതാണല്ലോ അവരുടെ നയമെന്ന് പറയുന്നത്. അവർ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രഖ്യാപിച്ചല്ല, വളരെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഇപ്പൊ നിലപാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് അവർ പറഞ്ഞ നിലപാട് ഇതാണ് എന്ന് പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവർ പറയുന്ന സമയത്ത് എതിർക്കേണ്ട കാര്യം എന്താ? താത്വികമായിട്ട് തർക്കിക്കാന്നേ. താത്വികമായിട്ട് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. താത്വികമായിട്ട് പലർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ലീഗ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ലീഗ് അതിൽ നിലപാട് പറയാൻ തയ്യാറല്ല. UDF-നാണ് പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി. UDF-ലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിക്ക് ജമാഅത്തെ ഇസ്ലാമി കൊള്ളാം, കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ നിർത്താം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇലക്ഷന്റെ സമയത്ത് പോലും അവർക്ക് ആത്മവിശ്വാസമില്ലെന്ന് പറയാൻ അതിലൊരു താത്വികതയുമില്ല കേട്ടോ. അല്ല, UDF-ന്റെ ഒപ്പം നിർത്തുന്നു ആരാ പറഞ്ഞത്? UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. UDF-ന്റെ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിക്കോട്ടെ, അതിനെന്താ പ്രശ്നമുള്ളത്? അപ്പുറത്ത് RSS-ന്റെ വോട്ട് വാങ്ങിയ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയുടെ വോട്ട് വാങ്ങാൻ തയ്യാറായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യണ്ട അല്ലെ? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് RSS-ന്റെ കടന്നുവരവാണ്. സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അക്നോളജ് ചെയ്ത കാര്യമാണ്. കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി പിന്നീട് വിശദീകരിക്കാൻ ചോദിച്ചില്ല എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്ന് ഈ രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റുന്ന ഒരു സാഹചര്യം, അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാന്നേ. അപ്പൊ അതിലെ അഭിപ്രായം പറയാന്ന്. ഇപ്പൊ അഭിപ്രായം പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ള സംഗതിയായിട്ട് വന്നിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെടുന്നത്. അത് അവർ അധികാരം പിടിക്കുന്ന സമയത്ത് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അവരില്ല, അവർക്ക് ആ നിലപാടില്ലെന്ന് അവർ പറയുന്നു. അങ്ങനെയാണ് ഇവിടെ 9.5 കൊല്ലം പിണറായി വിജയൻ ഭരിക്കുന്നു. ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ എടുത്ത ഒരു നടപടി ഒന്ന് ചൂണ്ടിക്കാണിക്കാവോ? ഇത്ര വലിയ പ്രശ്നമുള്ള സംഘടനയാണെങ്കിൽ ഇവരെടുത്ത ഒരു നടപടി അങ്ങ് ചൂണ്ടിക്കാണിക്കട്ടെ. തീവ്രവാദ വിരുദ്ധ കേസിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അകറ്റി നിർത്തണം. ശ്രീ വി വസീഫ്, ഇപ്പോൾ ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-നും വലിയ തട്ടുകേടുണ്ടാകുമെന്ന് ശ്രീ N ശ്രീകുമാർ പറഞ്ഞിടത്താണ് അങ്ങ് ഒന്നുകൂടി ഇടപെടാൻ ശ്രമിക്കുകയും അതിന് വിഘാതം വരികയും ചെയ്തു. അങ്ങേക്കതിൽ തുടർച്ചയുണ്ട് എന്ന് എനിക്കറിയുകയും ചെയ്യാം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന, കൂട്ടിച്ചേർത്ത് നിൽക്കാൻ കഴിയാത്ത, പിന്തുണ പോലും സ്വീകരിക്കേണ്ടതില്ല, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിപക്ഷം പറയണമെങ്കിൽ ആ തരത്തിൽ ഹീനമായ രാഷ്ട്രീയ ഇടപെടലുകൾ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചാണ് സന്ദീപ് വാര്യർ നിർത്തിയത്. വസീഫിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഒരു മതസംഘടന, ആ മതസംഘടനയുടെ അതിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണോ അതിലെ പ്രസക്തി? അവിടെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അവർ ഇങ്ങനെ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ വലിയ രീതിയിലേക്കുള്ള ഇടപെടലൊക്കെ ആയി വരുമ്പോഴല്ലേ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരിക? അത് കരുതി അവരുടെ ആശയം ഇല്ലാതാവുമോ? അവർ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് അവരുടെ ഒരു ആക്ഷനിലേക്ക് വരുന്ന സമയത്തെല്ലാം അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
പല വികസന പ്രവർത്തനങ്ങളും തടയുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്ന സമയത്ത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അവർക്കെതിരെ പരിശോധന നടത്തിയിട്ടുണ്ട്, ഹിറ സെന്ററിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അത് കരുതി അവരെ ഏതെങ്കിലും നേതാക്കന്മാരെ പിടിച്ച് ജയിലിട്ടിട്ടില്ല എന്ന് കരുതി അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നാണ് ഇയാളുടെ വാദം. RSSനെതിരെ RSS ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, മതരാഷ്ട്രവാദികൾ. അവരെ പൂർണ്ണമായും എല്ലാവരെയും പിടിച്ച് അകാരണമായി ജയിലിൽ അടക്കാൻ പറ്റുമോ? അതിന് ഇന്ത്യയിൽ ഒരു നിയമസംഹിത ഇല്ലേ? അതിനകത്ത് നിന്നുകൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ ഗവൺമെന്റുകൾക്ക്. പിന്നെ ഇവിടെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലാന്ന്, അവർക്ക് അഭിപ്രായമുണ്ട് എന്നാണ് സന്ദീപ് പറയുന്നത്. സന്ദീപിന് എന്തും പറയാം. ജമാഅത്തെ ഇസ്ലാമി, ഇത് കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പാവപ്പെട്ട പ്രവർത്തകർ, അത് വിശ്വസിച്ച് നടക്കുന്നവരുണ്ടാകും. ഞാനിപ്പോൾ അവരുടെ നേതാവിൻ്റെ ഒരു പ്രസംഗം നിങ്ങൾക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അവരെവിടെയും പറയുന്നില്ല. അവർ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉക്മത്തെ ഇലാഹി ഒക്കെ പറഞ്ഞുകൊണ്ടും മൗദൂദിയൻ ആദർശം പറഞ്ഞുകൊണ്ട് തന്നെ അവർ പോകുന്നത്. അവരതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അതിൽ നിന്നുകൊണ്ട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ തന്നെ അവർ ശ്രമിക്കുന്നതും. ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആർക്കറിയാത്തത്? രാഷ്ട്രീയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് വളരെ വ്യക്തവുമാണ്. അത് അത്ര നിഷ്കളങ്കമായി നമ്മൾ ആരും എടുക്കുന്നില്ല ശ്രീ വി വസീഫ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ ഒരൊറ്റ നിമിഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള CPM-ഉമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ്. ദേശാഭിമാനിയിൽ ഇതുമായി ബന്ധപ്പെട്ട ലേഖനം വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട്. ആ ലേഖനങ്ങളൊക്കെ ഇക്കാലത്തെ നേതാക്കളും അന്നും ഇന്നും ഒക്കെ പുനർവായന നടത്തിയിട്ട്, അന്ന് വായിക്കുകയും ഇന്ന് പുനർവായന നടത്തിയിട്ടും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ ലേഖനത്തിൽ എവിടെയും മതരാഷ്ട്രവാദം അല്ല. ഞാൻ അങ്ങനോട് പെർമിഷൻ ചോദിച്ച് ഇടപെട്ടതായിരുന്നേ. മതരാഷ്ട്രവാദമല്ല ഇവർ മുന്നോട്ട് വെക്കുന്നത്. മതത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നിലപാട് പറയുകയും ഇടപെടുകയും ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാ പറഞ്ഞത്. ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഘടനയാണ്. അവർ മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന സംഘടനയാണ്. അവർ ഇരു പാർട്ടികൾക്കും വോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്യാത്ത കാലമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നവരവർ. ആ കാലഘട്ടത്തിലൊന്നും അവർ നേരിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന സാഹചര്യത്തിലൊക്കെ അവരെ തിരുത്തേണ്ടിടത്തെല്ലാം ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. പ്രാദേശികമായി അവരുമായിട്ടുണ്ടാക്കിയ നീക്കുപോക്ക് സമയത്തെല്ലാം ഞങ്ങളുടെ നേതൃത്വം ഇടപെട്ട് ഞങ്ങൾക്കെതിരെ എല്ലാം നടപടി സ്വീകരിക്കുകയും ഞങ്ങളെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രാദേശികമായി നിങ്ങൾ സംവിധാനം ഉണ്ടാക്കി അപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പുതിയ വെളിപ്പെടുത്തലാണോ വസീഫെ? ഒരുവല്ല, ഞങ്ങളെ തിരുത്തിയിട്ടുണ്ട്, ഞങ്ങളെ ശാസിച്ചിട്ടുണ്ട് ഞങ്ങളെ നേതൃത്വം. പ്രാദേശികമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അല്ല, ഞാനും പറഞ്ഞോട്ടെ, എവിടെയെങ്കിലും പ്രാദേശികമായി ഇവരുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി നീക്കുപോക്കുകളൊക്കെ നടത്തുന്നിടത്തും അതും വേണ്ട എന്നുള്ളതൊക്കെ ഞങ്ങൾ പറയുന്നവരാണ് കേട്ടോ ഈ പറയുന്നത്. ഒരു നീക്കുപോക്കും ഇല്ല. ഈ പറയുന്നത് പ്രാദേശികമായി ഇവർ പറയുന്നതൊക്കെ എവിടെയാ മാധു? പ്രാദേശികമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാമുദായിക താല്പര്യങ്ങൾ കച്ചവടം ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ്. അവിടെ ആ പ്രാദേശികമായി ഇടപെടലുകൾ പ്രത്യയശാസ്ത്രത്തിന് ബാധകമല്ലേ? ഒരു സ്ഥലത്ത് പ്രാദേശികമായി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന നീക്കുപോക്കുകളെല്ലാം അതാത് സമയത്ത് പാർട്ടി തിരുത്തുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നേതൃത്വം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു നേതൃത്വം തന്നെ പറയാണ് ഇവരെന്തല്ല, ഇവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയാ. ഏതെങ്കിലും പ്രദേശത്ത് ഇവർ പൊതിഞ്ഞു കെട്ടി വരുന്ന സമയത്ത് അങ്ങനെയല്ല മാധു, ഇത് കേൾക്ക്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇവർ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് അവരുമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രാദേശികമായി 1-2 വാർഡിൽ ഒരു നീക്കുപോക്കുണ്ടാക്കുന്നത് പോലെയാണോ ഒരു സംസ്ഥാന നേതൃത്വം ഇറങ്ങി വന്ന് പറയുന്നത്? ഇവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നങ്ങ് ഉറപ്പിച്ച് പറയുന്നതും മറ്റതും ഒരുപോലെയാണോ വ്യാഖ്യാനിക്കാൻ കഴിയുക? അങ്ങനെ കഴിയില്ല. പിന്നെ PDP-യെ കുറിച്ച് ഇവിടെ പറഞ്ഞു. PDP-യുടെ നേതൃത്വം അന്നത്തെ അബ്ദുൽ നാസർ മദനി വൈകാരികമായി ഈ നാട്ടിൽ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് നേതൃത്വം വഹിച്ച മുന്നണിയും പാർട്ടിയും ഒക്കെ ഞങ്ങള്. പക്ഷേ അദ്ദേഹത്തിന് വിചാരണ പോലും ഇല്ലാതെ അകാരണമായി തടവിൽ വെച്ച് ഒന്നും തെളിയിക്കാൻ പറ്റാതെ അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം മാനസാന്തരപ്പെട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോയി
ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, PDP എന്ന് പറയുന്നത് അതാണ് എന്നൊക്കെ പറയാണ്. എന്നാൽ മുസ്ലിം ലീഗിനെ കുറിച്ചോ മുസ്ലിം ലീഗിന്റെ എത്ര നേതാക്കന്മാർ എത്ര വൈകാരികമായി പ്രസംഗിക്കുന്നുണ്ട്. ഈ സന്ദീപ് വാര്യർ BJP നിൽക്കുന്ന സമയത്ത് ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സാമുദായിക സൗഹൃദത്തിനെതിരെയും ഏതു കാലത്ത് നടത്തിയ പരാമർശങ്ങളാണെങ്കിലും അത് പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രാദേശികമായ ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതും സംസ്ഥാന വ്യാപകമായ ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതും രണ്ടു തട്ടിൽ വെച്ച് തൂക്കി നോക്കണം എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും പാർട്ടിക്ക് രണ്ട് ഭരണഘടനയാണോ എന്നുള്ളതും രണ്ട് പ്രത്യയശാസ്ത്രമാണോ എന്നുള്ളതുമൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.